ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇൻകം ടാക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ നാലാമത്തെ വീഡിയോ ആണ്. അതായത് ഇൻകം ഫ്രം സാലറിയിലെ രണ്ടാമത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഗ്രാറ്റുവിറ്റി കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസും അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി കാൽക്കുലേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ പ്രൊവിഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്നിട്ട് കാൽക്കുലേഷൻ്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞൂലേ, ഒരു എംപ്ലോയി ലോങ് കണ്ടിന്യൂസ് സർവീസ് നടത്തുമ്പം അതിന് എംപ്ലോയിക്ക് എംപ്ലോയർ കൊടുക്കുന്ന റിട്ടയർമെൻറ്റ് സമയത്ത് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അത് കിട്ടുന്നത് ഒന്നെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കും. ഗവൺമെൻറ് എംപ്ലോയിക്ക് എക്സംഷൻ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മുഴുവനും എക്സംപ്റ്റാണ്, ഫുള്ളി എക്സംപ്റ്റ്. ഓക്കെ, രണ്ടാമത്തത് അതർ എംപ്ലോയീസ്, ഗവൺമെൻറ് അല്ലാത്ത എംപ്ലോയീസ്. അതർ എംപ്ലോയീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവേർഡ് എംപ്ലോയി, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവേർഡ് എംപ്ലോയി. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊന്ന് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് നോട്ട് കവേർഡ് എംപ്ലോയി. ഇവരെ എക്സംഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എക്സംഷൻ ആദ്യം പറയാം. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് പറയപ്പെടുന്ന മൂന്നെണ്ണം ഉണ്ട്, അതിൽ ലീസ്റ്റാണ് എക്സംഷൻ. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്, നമ്മൾ പറയാൻ പോകുന്ന മൂന്നെണ്ണത്തിൽ ഏറ്റവും കുറവ് ഏതാണോ അതാണ് എക്സംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ പറയാൻ പോകുന്ന മൂന്നെണ്ണം? ഒന്നാമത്തത് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണ്? 20 ലക്ഷമാണ്, 20 ലക്ഷം. മൂന്നാമത്തത് ഹാഫ് മന്ത് സാലറി ഫോർ എവരി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. CYS എഴുതിയ കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. എന്നാൽ പോകാൻ നോട്ട് കവേർഡിൽ എങ്ങനെ കാൽക്കുലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് കാര്യവും സെയിമാണ്. സെയിമാണ്. എന്നാൽ അവസാനത്തിൽ ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ അത് അവസാനത്തെ എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് മന്ത് സാലറി തന്നെയാണ്. പക്ഷേ ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ ആവറേജ് സാലറിയാണ്. ഹാഫ് മന്ത് ആവറേജ് സാലറി ഫോർ എവരി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ഇനി ഇതിൻ്റെ നോട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ നോട്ട് ഇതെങ്ങനെ കാൽക്കുലേഷൻ എന്നുള്ളതാണ്. നോട്ട് 1 ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഹാഫ് മന്ത് സാലറി എന്ന് പറഞ്ഞാൽ 15/26, ഒരു മാസത്തിൽ 26 ദിവസം വർക്ക് ചെയ്യുന്നുള്ള രീതിയിലാണ്. ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ചെയ്യുക. ഇവിടെ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിൽ റൗണ്ട് ഓഫ് ഉണ്ട്. എന്താ റൗണ്ട് ഓഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തിൽ കൂടുതലുണ്ടെങ്കിൽ അടുത്ത വർഷമായിട്ട് കൂട്ടും. ഉദാഹരണം 16 വർഷം 7 മാസം ഉണ്ടെങ്കിൽ 6 മാസത്തിൽ കൂടുതലാണ്, 7 മാസം ഉണ്ടെങ്കിൽ അത് 17 വർഷമായിട്ടാണ് എന്ത് ചെയ്യുക, എടുക്കുക. നോട്ട് 2 ഇവിടുത്തതാണ്, ഇതിൻ്റെതാണ് നോട്ട് 2. ഇവിടെ 15/13 ആണ്, അതായത് 1/2 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇൻറ്റു ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 മന്ത്. 10 മന്തിൻ്റെ ആവറേജ് സാലറി, 10 മന്തിന് മുഴുവൻ സാലറി ഇല്ല, 10 മന്തിൻ്റെ മൊത്തം സാലറി കണ്ടിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുക. ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ഇവിടെ ശ്രദ്ധിക്കുക, റൗണ്ട് ഓഫ് നോട്ട് അലൗഡ് ആണ്. അപ്പോൾ ഇവിടെ 16 വർഷം 7 മാസം പറഞ്ഞാൽ അത് 16 എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് രീതി. നല്ലപോലെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കേട്ട് മനസ്സിലാക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഓക്കെ,
യെസ്. അപ്പോൾ ഇനി ഇവിടെ കാൽക്കുലേഷന് തന്നിട്ടുണ്ട് കുറച്ച് ഡാറ്റ. മിസ്റ്റർ വേദ് പ്രകാശ് റിട്ടയർഡ് ഫ്രം ഫാക്ടറി ആഫ്റ്റർ സേവിങ് 30 years ആൻഡ് 8 months ഇൻ ജൂൺ 2024 കേട്ടോ. അപ്പോൾ അത് പഴയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് 2020 വന്നത്. ഹിസ് മന്ത്ലി വേജസ് ഇൻക്ലൂഡിംഗ് ഡിയർനെസ് അലവൻസ് ബട്ട് എക്സ്ക്ലൂഡിംഗ് ഓൾ അതർ അലവൻസ് എത്ര ഓൺ ദ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് 20,800 ഈ റിസീവ്ഡ് 3,72,000 എന്ത് ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ട് എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ഒന്നാമത്തത് ഗ്രാറ്റുവിറ്റി എത്ര റിസീവ് ചെയ്ത്. ഇവിടെ കാൽക്കുലേഷൻ ചെയ്യാൻ പറഞ്ഞ എന്താണ് എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റിയാണ്. ഇയാൾക്ക് എത്ര ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നത് 3,72,000. ഇയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്തുള്ള ഗ്രാറ്റുവിറ്റി സാലറി എത്ര 20,800 കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എത്ര ഇയാൾ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്ത ആളാണ്. അപ്പോൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് 8 മാസം എന്ന് പറയുമ്പോൾ 31 ഉണ്ടാവും. അപ്പോൾ എടുക്കുക എക്സംഷൻ എന്ന് പറഞ്ഞാൽ ഈ 3 കാറ്റഗറിൻ്റെ ആ 3 കാറ്റഗറിയും കണ്ടാൽ എക്സംഷൻ കിട്ടും. നമ്മുടെ ഈ ഒരു ഫോർമാറ്റ് എപ്പോഴും ഇതേപോലെ പിന്തുടരുകയാണെങ്കിൽ ഏത് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ കഴിയും. എക്സംപ്റ്റഡ് ആയാലും ടാക്സബിൾ ആയാലും. ആദ്യം നിങ്ങൾ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ചെയ്ത എത്ര 3,72,000 എന്ന് ഇനി പറയുന്ന ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് എക്സംപ്റ്റഡ്. അപ്പോൾ എത്ര ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 3,72,000. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 ലക്ഷം. പിന്നെ ഹാഫ് മന്ത് സാലറി അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക 15/26 ഇൻറ്റു 20,800 ഇൻറ്റു 31 അതും 3,72,000 വരുന്നത്. അപ്പോൾ ഇതിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് എന്ത് എക്സംപ്റ്റഡ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എത്ര ഇതിലിപ്പോൾ 3,72,000 വരുന്നുണ്ട്. ഇപ്പോൾ 3,72,000 കിട്ടി. 3,72,000 എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ പിന്നെ ടാക്സബിൾ ഒന്നുമില്ല അല്ലേ. എക്സംപ്റ്റഡ് 3,72,000. ടാക്സബിൾ ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒരു 3 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് നമ്മളിവിടെ 3 ലക്ഷം എഴുതും. ബാക്കി 72,000 ടാക്സബിൾ. അപ്പോൾ ടാക്സബിൾ എന്നുള്ളത് ടാക്സബിളും കിട്ടും, എക്സംപ്റ്റഡ് എന്നുള്ളത് ഇവിടുന്നും കിട്ടും. പിന്നെ എക്സംപ്റ്റഡ് ചോദിക്കുകയാണെങ്കിൽ എക്സംപ്റ്റഡ് സെപ്പറേറ്റ് ഒന്ന് എടുത്ത് എഴുതിയാലും മതി. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മിസ്റ്റർ പ്രകാശ് റിട്ടയർ സെപ്റ്റംബർ 2024 ആഫ്റ്റർ ഹാവിംഗ് പുട്ട് സർവീസ് 24 years ഇൻ എ കമ്പനി. ഹിസ് ആവറേജ് സാലറി ഫോർ 10 months പ്രിസീഡിങ് ദ സെപ്റ്റംബർ 2024 എത്ര 50,000. ആവറേജ് സാലറിയാണ് പറഞ്ഞത്. ആവറേജ് സാലറി ഉള്ളത് ഏതാ നോട്ട് കവേർഡ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പെർ മന്ത് ഈ റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി 12,50,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി എക്സംപ്റ്റഡ് അല്ല ചോദിച്ചത്, ടാക്സബിളാണ്. കിട്ടിയെന്ന് എക്സംഷൻ കുറച്ചാൽ ബാക്കി ടാക്സബിളാണ്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഇവിടെ എഴുതുക. പിന്നെ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഇവിടെ കൊടുക്കുക. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 ലക്ഷം കൊടുക്കുക. പിന്നെ 15 ഹാഫ് മന്ത് സാലറി ഉണ്ടല്ലോ അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക 15/30 ഇൻറ്റു 50,000. ഇത് നോട്ട് കവേർഡാന്ന് ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞില്ലെങ്കിലും ഇവിടെ ഹിൻ്റ് ഉണ്ട് ലാസ്റ്റ് 10 months പ്രിസീഡിങ് സാലറിന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാം. ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ 42 ആണ്. അപ്പോൾ എത്ര വരും 15/30 ഇൻറ്റു 50,000 അല്ലേ ഇൻറ്റു 42 10,500 വരും. അതിനാണ് 10,50,000 വരുന്നത്. ഓക്കെ, 12,50,000 കിട്ടി. അതിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് എക്സംപ്റ്റ്. അപ്പോൾ 10,50,000 വരും. ബാക്കി 2 ലക്ഷമാണ് എന്ത് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയും. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് ഗ്രാറ്റുവിറ്റിയിൽ. ഓക്കെ, ഇത് നോക്കാം. പ്രശാന്ത് വാസ് വർക്കിംഗ് വിത്ത് 2 companies A and B വർക്ക് ചെയ്യുന്നുണ്ട്. ഈ റിട്ടയർഡ് റിട്ടയർഡ് 2019 ആഫ്റ്റർ സർവിങ് 24,000. അന്ന് ഹി റിസീവ്ഡ് 1,50,000 ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി ഓൺ വിച്ച് ഹി ഗോട്ട് ഫുൾ എക്സംഷൻ എന്ന് കിട്ടിയതാണ്. ഈ 1.5 ലക്ഷത്തിന് ഫുൾ എക്സംഷൻ കിട്ടിയതാണ്. ആദ്യം എക്സംഷൻ കിട്ടിയെങ്കിൽ എങ്ങനെയാണ് രണ്ടാമത് വീണ്ടും ഗ്രാറ്റുവിറ്റി കിട്ടുകയാണെങ്കിൽ എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ആൾസോ റിട്ടയർ ഫ്രം കമ്പനി ബിന്ന് ജൂലൈ 2024 കേട്ടോ 2024 ആഫ്റ്റർ സെർവിങ് 42 years and 10 months 42 വർഷം 10 മാസം. ഈ റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി എത്ര 9,72,000 കിട്ടി. ഇത് ആവറേജ് സാലറി എത്ര പറയുന്നത് ലാസ്റ്റ് 10 months പ്രൊസീഡിങ് എത്ര പറയുന്നത് 45,000 പറയുന്നുണ്ട്. അപ്പോൾ നോട്ട് കവേർഡാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റിൽ നോട്ട് കവേർഡാന്ന് വീണ്ടും പറയുന്നുണ്ട്. കമ്പ്യൂട്ട് എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റിയാണ് 2025-26. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കിട്ടിയ എക്സംഷനില്ലേ എത്ര ആദ്യം കിട്ടിയ എക്സംഷൻ 1,50,000. ഇത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റായ 20 ലക്ഷത്തിൽ നിന്ന് കുറക്കണം.
ഇനി മാക്സിമം എത്രയൊക്കെ ഉണ്ടാവുള്ളൂ? 1,50,000 കഴിഞ്ഞാൽ 18,50,000 ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 9,75,000 കിട്ടി. പിന്നെ വീണ്ടും ആക്ച്വൽ റിസീവ് ചെയ്ത് എടുക്കുക. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ശരിക്കും 20 ലക്ഷമാണ്. പക്ഷേ പഴയ എക്സംഷൻ എന്ത് ചെയ്യണം? കുറക്കണം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഇനി 18,50,000 ഉള്ളൂ. ഇനി ഇയാളെ സർവീസിൻ്റെ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 15/30 ഇൻറ്റു എത്ര സാലറി? 45,000 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് എത്ര? 42 വർഷം 10 മാസമുണ്ട്. പക്ഷേ നോട്ട് കവേർഡ് ആയതുകൊണ്ട് ഫുൾ കവർ ചെയ്യൂല, 42 എടുക്കുകയുള്ളൂ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 9,45,000. അവിടെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. 9,45,000 വരും. ഇതൊക്കെ കണ്ടുകൊട്ടും പാളിയാണ്. ഓക്കെ, ഇതിവിടെ വേണ്ട. 9,45,000 വരിക കേട്ടോ. ഇതൊന്നും ശരിയല്ല, ഇത്ര മതി. ഈ ആൻസർ ചെയ്താൽ കിട്ടും. ഇതാണ് ഞാൻ നേരത്തെ അവിടെ എഴുതിയത്. ഈ ആൻസർ ചെയ്താൽ 9,45,000 കിട്ടും. അപ്പോൾ 9,45,000 ലീസ്റ്റ്, ഇതിന്ന് ലീസ്റ്റാണ് എക്സംഷൻ. എത്ര? 9.45 എക്സംഷൻ. 9.75 9.45 എക്സംഷനാണ്. ബാക്കി 30,000 ടാക്സബിൾ. ഇതിൽ ചോദിച്ചെന്താ? എക്സംപ്റ്റഡ് എമൗണ്ടാണ് ചോദിച്ചത്. അപ്പോൾ എക്സംപ്റ്റഡ് എത്ര? 9.45. ഇത്രയാണ് ഗ്രാറ്റുവിറ്റിയിൽ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ പെൻഷൻ കാൽക്കുലേഷൻ ഉണ്ട്. പെൻഷൻ കാൽക്കുലേഷൻ നമ്മൾക്ക് ഇതിൻ്റെ പ്രൊവിഷൻ എന്താണ്? പ്രൊവിഷൻ നമുക്ക് പറയാം. പ്രൊവിഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, പെൻഷൻ കിട്ടുമ്പോൾ എങ്ങനെയാണ് ടാക്സബിലിറ്റി എന്നുള്ളതാണ്. പെൻഷൻ കിട്ടുമ്പോഴുള്ള ടാക്സബിലിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെൻഷൻ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മന്ത്ലി കിട്ടുന്ന പെൻഷനാണ് നമ്മൾ എന്ത് പറയുക? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുക. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. അപ്പോൾ മന്ത്ലി അല്ലാതെ ഒരു ലംസം ബൾക്കായിട്ടൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്ത് പറയും? കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയും. ഈ മന്ത്ലി കിട്ടുന്ന പെൻഷൻ ഫുള്ളി ടാക്സബിൾ ആണ്. ഒരു ബൾക്ക് എമൗണ്ട് വാങ്ങുകയാണെങ്കിൽ അതിൽ കുറച്ച് എക്സംഷൻ ഉണ്ട്. ആ എക്സംഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഗവൺമെൻറ് എംപ്ലോയിക്കാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയിക്കാണെങ്കിൽ പാർട്ട്ലി എക്സംപ്റ്റ്. എങ്ങനെ പാർട്ട്ലി എക്സംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ പെൻഷൻ ഫണ്ട് കാണുക. പെൻഷൻ ഫണ്ടിൽ നിന്നാണ് എക്സംഷൻ വരിക. പെൻഷൻ ഫണ്ട് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, എന്നിട്ട് ഇയാൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത എംപ്ലോയി ആണോ നോക്കുക. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത എംപ്ലോയി ആണെങ്കിൽ ഇയാൾക്ക് എക്സംഷൻ കുറവാണ്. എക്സംഷൻ എത്ര കിട്ടുക? പെൻഷൻ ഫണ്ടിൻ്റെ 1/3 എക്സംഷൻ കിട്ടുള്ളൂ. എന്നാൽ ഗ്രാറ്റുവിറ്റി നോട്ട് റിസീവ്ഡ്, ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ആളാണെങ്കിൽ പെൻഷൻ ഫണ്ടിൻ്റെ 2/3 എക്സംഷൻ കിട്ടും. അപ്പോൾ ഇനി പെൻഷൻ ഫണ്ട് എങ്ങനെ കാണുക? പെൻഷൻ ഫണ്ട് പല രീതിയിൽ കാണാം. ഓക്കെ, പെൻഷൻ ഫണ്ട് കാണാനുള്ള ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, പെൻഷൻ ഫണ്ട് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ പലപ്പോഴും തരിക പെൻഷൻ റിസീവ് ചെയ്തത്, കമ്മ്യൂട്ടർ പെൻഷൻ റിസീവ് ചെയ്തത് 50,000 രൂപയാണ്. അത് പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ വാല്യൂ എന്നും പറയും കേട്ടോ, രണ്ടും പറയും. പെൻഷൻ റിസീവ് ചെയ്ത 50,000 രൂപയാണ്. അത് പെൻഷൻ ഫണ്ടിൻ്റെ 50% ആണെന്ന് പറയാറുണ്ട് ചിലപ്പോൾ, അങ്ങനെ എന്തെങ്കിലും പറയും. അപ്പം കിട്ടിയത് 50,000 ആണ്. ആ കിട്ടിയത് എന്താണ്? പെൻഷൻ ഫണ്ടിൻ്റെ 50% എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഒന്നുമില്ല, 50,000 എടുക്കുക, കിട്ടിയത് അതിൽ നമുക്ക് റിസീവ് ചെയ്തത് എത്ര? 50%. അപ്പോൾ 50 കൊണ്ട് ഹരിച്ചിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കുക. പെൻഷൻ കിട്ടിയത് 75,000 രൂപയാണ്. 75,000 രൂപയാണ്. അത് എന്താണ്? 30%. പെൻഷൻ ഫണ്ടിൻ്റെ 30% എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഡിവൈഡ് ബൈ 30 × 100 ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണ്? അതാണ് പെൻഷൻ ഫണ്ട്. ഓക്കെ, എത്ര വരും? 25,000 × 100 ആ എമൗണ്ട് വരും. എത്ര? 2,80,000 അങ്ങനെ എന്തോ വരും. ഓക്കെ, കറക്റ്റ് നോക്കിയിട്ട് വേണം കേട്ടോ. അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ഇതേപോലെ ചെയ്യാം. ഇനി ചിലപ്പോൾ 2/3 ആണ് കിട്ടിയത് എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണം 70,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തു. ഇത് 1/3 ആണ് കമ്മ്യൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പെൻഷൻ ഫണ്ട് കാണും?
70,000 എന്ന് കിട്ടിയില്ലേ, എന്നിട്ട് ഇത് റെസിപ്രോക്കൽ ഇടുക, 3/1 കൊടുക്കുക, അപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ എത്ര വരും? 2,10,000 എന്ന് വരും. മറ്റൊരു എക്സാമ്പിൾ, 80,000 രൂപ പെൻഷൻ കിട്ടി, അത് നമ്മളെ 2/5 ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? പെൻഷൻ ഫണ്ട് എങ്ങനെ കാണും, അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ വാല്യൂ എങ്ങനെ കാണും? ഇതിൻ്റെ റെസിപ്രോക്കൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര വരും? 40,000 × 5 2 ലക്ഷം വരും. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുക. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെൻഷൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, അത് സിമ്പിളായി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി കാണും എങ്ങനെ പെൻഷൻ കാൽക്കുലേഷൻ. ഇത് ഞാൻ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പെൻഷൻ കാൽക്കുലേഷൻ ഏതായാലും നമ്മൾ വായിച്ചു നോക്കുക. മിസ്റ്റർ സെൽവൻ റിട്ടയർഡ് ഫ്രം സർവീസ് ഓൺ 31 ഡിസംബർ 2021. 31 ഡിസംബറിനാണ് റിട്ടയർ ചെയ്തിട്ട്. ഹിസ് പെൻഷൻ വാസ് ഫിക്സഡ് 6,000 പെർ മന്ത്. മന്ത്ലി കിട്ടുന്ന പെൻഷൻ എത്ര? 6,000 ആണ്. ഇതിനെ നമ്മൾ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്നാണ് പറയുക. ഇങ്ങനെ കിട്ടുന്നത് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, ഇത് ഫുള്ളി ടാക്സബിൾ ആണ് കേട്ടോ. ഹീ കമ്മ്യൂട്ട്സ് ഹാഫ് ഓഫ് ഹിസ് പെൻഷൻ. എത്ര കമ്മ്യൂട്ട് ചെയ്ത്? ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറയാം, അല്ലെങ്കിൽ 50% എന്ന് പറയും, ഏതും പറയാം. ആൻഡ് റിസീവ് 2,70,000. അപ്പോൾ 50% ഹാഫ് എന്ത് ചെയ്തു? കമ്മ്യൂട്ട് ചെയ്തു. അങ്ങനെ അയാൾക്ക് കിട്ടിയ 2,70,000. കമ്മ്യൂട്ട് ടാക്സബിൾ എമൗണ്ട് ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ. ഈ 2,70,000 കിട്ടിയില്ലേ, അതിൽ കമ്മ്യൂട്ടഡ് പെൻഷൻ എങ്ങനെയാണ് ടാക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നുമില്ല, നമ്മൾ ആദ്യം നമ്മളെ കമ്മ്യൂട്ടഡ് എമൗണ്ട് കാണാം അല്ലേ. ഇനി ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക, ഈ ഈസ് എ പ്രൈവറ്റ് എംപ്ലോയി ഹൂ ഗെറ്റ് ഗ്രാറ്റുവിറ്റി കിട്ടിയെങ്കിൽ എന്താണ്? പെൻഷൻ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂട്ടഡ് വാല്യൂവിൻ്റെ 1/3 എക്സംഷൻ കിട്ടുള്ളൂ. ഗ്രാറ്റുവിറ്റി കിട്ടിയില്ലെങ്കിൽ പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ കമ്മ്യൂട്ടഡ് വാല്യൂവിൻ്റെ 1/2 കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കമ്മ്യൂട്ടഡ് വാല്യൂ കാണണം. അതെങ്ങനെ? 2,70,000 നമുക്ക് കിട്ടിയത്. അതെന്താണ്? ഹാഫാണ്. ഹാഫ് എന്ന് പറഞ്ഞാൽ 50%. അപ്പോൾ 50 കൊണ്ട് ഹരിക്കുക, 100 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 5,40,000 എന്ന് കിട്ടും. ഈ 5,40,000 1/3 എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ എത്ര? 1,80,000 രൂപ എക്സംഷൻ കിട്ടും. അപ്പോൾ ടാക്സബിൾ എത്ര? ടാക്സബിൾ സിമ്പിളാണ്. 2,70,000 അല്ലേ കിട്ടിയത്, അതിന് എക്സംഷൻ നമ്മൾ 1,80,000 പറഞ്ഞു, ബാക്കി 90,000 ആണ് ടാക്സബിൾ. ഓക്കെ.